ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി വബഅദ്. ഒന്നാമത്തെ ഹദീസ് ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഅനിൽ ഹസൻ ഇബ്നി അലിയിൻ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാൽ അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമാത്തിൻ അഖൂലുഹുൻ ഫീ ഖുനൂത്തിൽ വിത്ർ. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅതൈത് വഖിനി ശർറ മാ ഖദൈത് ഫഇന്നക തഖ്ദി വലാ യുഖ്ദഅ അലൈക ഫഇന്നഹു ലാ യദില്ലു മൻ വാലൈത് ഇന്നഹു ലാ യദില്ലു മൻ വാലൈത് തബാറക്ത റബ്ബന വതആലൈത്. റവാഹുൽ ഖംസ وزاد الطبراني والبيهقي ولا يعز من عاديت وزاد النسائي من وجه آخر في آخره وصلى الله تعالى على النبي على النبي. وللبيهقي عن ابن عباس رضي الله عنهما قال كان رسول الله صلى الله عليه وسلم يعلمنا دعاء ندعو به في القنوت من صلاة الصبح وفي سنده ضعف. طيب, ഇതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ള ഹദീസ്. വഅനിൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ, അൽ ഹസൻ ഇബ്നു അലിയിൽ നിവേദനം. അൽ ഹസൻ ഇബ്നു അലി ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി, സിബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ സിബത്ത് പേരക്കുട്ടിയാണ്. വറൈഹാനതുഹു, റസൂലുള്ളാഹിൻ്റെ റൈഹാനയാണ്. റൈഹാന എന്ന് പറഞ്ഞാൽ സുഗന്ധം, പരിമളം. ഹുമാ റൈഹാനതായ ഫിദ്ദുന്യ, ഹസനെ കുറിച്ചും ഹുസൈനെ കുറിച്ചും റസൂലുള്ളാഹിന് അവർ രണ്ടുപേരും എൻ്റെ റൈഹാനകളാണ് എന്ന് പറഞ്ഞു. ഹസൻ ഇബ്നു അലി, റസൂലുള്ളാഹിയുടെ പേരാണ് ഹസൻ. ഇത് ഹിജ്റയുടെ 3 ഹസൻ ജനിക്കണേ, ഹിജ്റയുടെ 3. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു ഹർബ് എന്ന് പേരിട്ട്, ഹർബ് അല്ലെങ്കിൽ പേരിടാൻ ഭാവിച്ചു. അപ്പോൾ എൻ്റെ പേരിടുന്നെന്ന് ചോദിച്ചപ്പോൾ ഹർബ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല ഹസൻ, ഹസൻ എന്നിട്ട്. അപ്പോൾ പിന്നെ അലിയാർക്ക് മനസ്സിൽ ആ പേര് ഇങ്ങനെ ഉണ്ട്, ഹർബ്. ഇപ്പോൾ ഹുസൈൻ കുട്ടി ഉണ്ടായപ്പോൾ അതിന് ഹർബ് ഇടാൻ തീരുമാനിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹുസൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ പേര് സെലക്ട് ചെയ്തത്, ഹസൻ എന്നുള്ള പേര്. പേര് പോലെ അൽ ഹസൻ ഹസനായിരുന്നു റളിയല്ലാഹു തആല അൻഹു. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കൾക്ക് നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും. ഹിജ്റയുടെ 49 ഹസൻ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ മരണപ്പെട്ടു. 49 അല്ലെങ്കിൽ 50, അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം പിന്നെ മദീനയിൽ വെച്ച് മരണപ്പെട്ടു. അബു മുഹമ്മദ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. അബു മുഹമ്മദ് അൽ മദനി അൽ ഹാഷിമി. അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൻ്റെ നിവേദനം, അന്നഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചു, കലിമാത്തിൻ, ചില വചനങ്ങൾ, കലിമാത്ത് വചനങ്ങൾ, ഏതാനും വചനങ്ങൾ, അഖൂലുഹുന്ന ഫീ ഖുനൂത്തിൽ വിത്ർ, അഖൂലുഹുൻ, അവ ഞാൻ പറയാൻ, എവിടെ? ഫീ ഖുനൂത്തിൽ വിത്ർ, വിത്റിൻ്റെ കുനൂത്തിൽ. അപ്പോൾ വിത്റിൻ്റെ കുനൂത്തിൽ ഞാൻ പറയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില വചനങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. എന്താണ് വചനങ്ങൾ? അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഞാനിവിടെ എഴുതിയിട്ടില്ല, കുത്തിട്ടേക്കാണ്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വഖിനി ശർ വബാരിക് ലി ഫീമാ ആതൈത്
വഖ്നി ശർറ മാ ഖദൈത് ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക് ഇന്നഹു ലാ യദില്ലു മൻ വാലൈത് തബാറക്ത റബ്ബന വതആലൈത്. അതാണ് ആ ഹദീസിൽ പിന്നെ അതിൻ്റെ ലഫ്ദുകളിൽ വന്നിട്ടുള്ളത്. അഖ്റജഉൽ ഖംസ, ഈ ഹദീസ് ഖംസത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. അൽ ഖംസ ആരാ? അൽ ഖംസ അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഇമാം അഹ്മദ്. ഇവർ 5 പേരാണ് ഈ ഹദീസിനെ റിവായത്ത് ചെയ്തത്. എന്താ? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, അല്ലാഹുമ്മ ഹ്ദിനി, അല്ലാഹുവേ നീ എനിക്ക് ഹിദായത്ത് നൽകണമേ, ഫീമൻ ഹദൈത്, എന്താ മാ മൻ ഹദൈത്, നീ ഹിദായത്ത് നൽകിയവരോടൊപ്പം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയവർ നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ ഇവരാണ്. അവരോടൊപ്പം അല്ലെങ്കിൽ അവരിൽ നീ എനിക്കും ഹിദായത്ത് ഏകണമേ. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത്, എന്താ നീ എനിക്ക് സൗഖ്യമേകണമേ, നീ സൗഖ്യമേകിയവരോടൊപ്പം. പിന്നെ വതവല്ലനി ഫീമൻ തവല്ലൈത്, അല്ലാഹുവേ നീ എന്നെ ഏറ്റെടുത്ത് സംരക്ഷിക്കണമേ, നീ ഏറ്റെടുത്ത് സംരക്ഷിച്ചവരുടെ കൂട്ടത്തിൽ. പിന്നെ വബാരിക് ലി ഫിമ അതൈത്, നീ എനിക്ക് നൽകിയതിൽ നീ എനിക്ക് ബർക്കത്ത് ചൊരിയണമേ, നൽകിയതിൽ ബർക്കത്ത് ചൊരിയണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കുറച്ചായാലും കൂടുതലായാലും അതിൽ ബർക്കത്തുണ്ടെങ്കിലാണ് അത് ഉപയോഗപ്രദവും ഉപകാരപ്രദവും. മനസ്സിലായി? അതുകൊണ്ടാണ് പിന്നെ വബാരിക് ലി ഫിമ അതൈത്. പിന്നെ വഖിനി ശർറ മാ ഖദൈത്, നീ സൃഷ്ടിച്ചതിലെ, നീ വിധിച്ചതിലെ വിപത്തിനെ തൊട്ട് നീ എന്നെ കാക്കണമേ, തിന്മയെ തൊട്ട് നീ എന്നെ കാക്കണമേ. ഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക്, കാരണം ഇന്നക തഖ്ദി, നീ വിധിക്കുന്നു, വലാ യുഖ്ദാ അലൈക്, എന്താ നീ വിധിച്ചതിനെ മറികടന്നിട്ടുള്ളൊരു വിധി അതില്ല. അള്ളാഹുവിൻ്റെ വിധിയാണ് നടപ്പിലാകുക. പിന്നെ ഇന്നഹു ലാ യദില്ലു മൻ വാലൈത്, ലാ യദില്ലു മൻ വാലൈത്, നിന്നെ മിത്രമായി സ്വീകരിച്ചവർ ഒരിക്കലും അപമാനിതനാവുകയില്ല, നിന്ദ്യനാവുകയില്ല. ലാ യദില്ലു, നിന്ദ്യനാവുകയില്ല, മൻ വാലൈത്, നിന്നെ മിത്രമായി സ്വീകരിച്ചവൻ. അള്ളാഹുവോട് മൈത്രി വെച്ച് പുലർത്തിയവൻ അവനൊരിക്കലും അപമാനിതനാവില്ല. തബാറക്ത റബ്ബന വതആലൈത്, ഞങ്ങളുടെ റബ്ബേ നീ നന്മകൾ നിറഞ്ഞവനായിരിക്കുന്നു. തബാറക്, നീ ബർക്കത്ത്, നന്മ നിറഞ്ഞവനായിരിക്കുന്നു, അനുഗ്രഹപൂർണനായിരിക്കുന്നു. വതആലൈത്, നീ അത്യുന്നതനുമായിരിക്കുന്നു, നീ അത്യുന്നതനും ആയിരിക്കുന്നു. അതാണ് ആ ലഫ്ദിൻ്റെ മാന. ഹദീസ് സഹീഹാണ്, ഹദീസ് ഇതിന് ആ ഹദീസ് സഹീഹാണ്. പണ്ഡിതന്മാരിൽ പിന്നെ ഹദീസിനെ പ്രബലപ്പെടുത്തിയ പണ്ഡിതന്മാർ പിന്നെ പ്രമുഖരുമാണ്. പക്ഷേ ഇമാം തബറാനിയും ബൈഹഖിയും ഈ കുനൂത്തിൻ്റെ ലഫ്ദുകളുള്ള കെലിമത്തുകളുള്ള ഹദീസിനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ വസാദ തബറാനി, ഇമാം തബറാനി ഏറെ കൊണ്ടുവന്നു, വർദ്ധിപ്പിച്ചു. വൽ ബൈഹഖി, ബൈഹഖിയും വലാ യഇസ്സു മൻ ആദൈത്, വലാ യഇസ്സു മൻ ആദൈത് എന്ന പ്രയോഗം. ലാ യദിൽ ഫഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഇസ്സു മൻ ആദൈത്. ഈ വലാ യഇസ്സു മൻ ആദൈത് എന്നുള്ളതായി ഏറെ അത് ബൈഹഖിയുടെയും തബറാനിയുടെയും റിപ്പോർട്ടിലാണുള്ളത്. ആ റിപ്പോർട്ട് വലാ യഇസ്സു മൻ ആദൈത് എന്നുള്ള റിപ്പോർട്ടിനെ ഇമാം അന്നവവി ദുർബലമാണ് എന്ന് പറഞ്ഞ്, വലാ യഇസ്സു മൻ ആദൈത് എന്നുള്ള ഈ തബറാനിയുടെയും ബൈഹഖിൻ്റെയും റിപ്പോർട്ടിനെ ഇമാം നവവി ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ അതിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു ഹജർ അതിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുനൂത്തിൻ്റെ ലഫ്ദിൽ പിന്നെ വലാ യഇസ്സു മൻ ആദൈത് എന്ന ഇത് ചൊല്ലുന്നതിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസം കാണാൻ സാധിക്കും. ഈ പണ്ഡിതന്മാർ ഇതിനെ ബലപ്പെടുത്തുകയും അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതിലുള്ള അവരുടെ അഭിപ്രായ വ്യത്യാസം കാരണത്താൽ. വസാദ നസായി മിൻ വജ്ഹിൻ ആഖർ ഫി ആഖിരിഹി വസല്ലല്ലാഹു തആല അലൻ നബി. ഇമാം നവവി മിൻ വജ്ഹിൻ ആഖർ, മറ്റൊരു വജ്ഹിലൂടെ ഈ ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇമാം നസായിക്ക് ഇവർ റിപ്പോർട്ട് ചെയ്തതുപോലുള്ളൊരു റിവായത്തുണ്ട്, വേറെ റിവായത്തുണ്ട്. അതാണ് നസായി മിൻ വജ്ഹിൻ ആഖർ, മറ്റൊരു രീതിയിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇമാം നസായിയുടെ റിവായത്തിൽ ഇമാം നസായി സാദ ഏറെ കൊണ്ടുവന്നു. അതെന്താണ്?
ഫി ആഖിരിഹി, ഈ കുനൂത്തിൻ്റെ ലഫ്ദുകളുടെ ഒടുവിലുണ്ട് വസല്ലല്ലാഹു അലൻ നബി, വസല്ലല്ലാഹു അലൻ നബി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്ത്. അപ്പോൾ നമ്മൾ ഹദീസിൻ്റെ അവസാനത്തിൽ എന്താ ചൊല്ലിയത്? പിന്നെ തബാറക് റബ്ബന വ തആല ചെന്ന് കഴിഞ്ഞിട്ട് വസല്ലല്ലാഹു തആല അലൻ നബി, വസല്ലല്ലാഹു തആല അലൻ നബി എന്നേറുണ്ട്. ആ ഏറെ ഇമാം നസായിയുടെ മറ്റൊരു റിവായത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വസല്ലല്ലാഹു തആല അലൻ നബി എന്നുള്ള റിപ്പോർട്ടുണ്ടല്ലോ, അതിനെ നവവി പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇബ്നു ഹജർ അതിനെ ദുർബലപ്പെടുത്തി. ഇബ്നു ഹജർ പറഞ്ഞത് അതിൻ്റെ സനദ് മുൻഖത്തിയാണ്. ഹസൻ ഇബ്നു അലിയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു അലി എന്ന് പറയുന്ന റാവിയാണ് റിപ്പോർട്ട് ചെയ്യണത്. ഹസൻ ഇബ്നു അലിയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു അലി റിപ്പോർട്ട് ചെയ്തപ്പോൾ സനദ് കണ്ണി മുറിഞ്ഞ് മുൻഖത്തിയായ സനദാണ്. അതുകൊണ്ട് ഇബ്നു ഹജർ ഈ വസല്ലല്ലാഹു തആല അലൻ നബി എന്നുള്ള പിന്നെ ഈ നസായിയുടെ റിവായത്തിന് ദുർബലമാണ് എന്നാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇമാം നവവിൻ്റെ അദ്കാറിലാണ് ഇമാം നവവി ഇത് കൊടുത്തത്, മനസ്സിലായി? ഇമാം നവവി എന്നിട്ട് ചെയ്തിട്ടുണ്ട് അതിനെ സഹി എന്ന് വിശേഷിപ്പിച്ചു. പക്ഷേ ഇമാം നവവിൻ്റെ അദ്കാറിന് നതായിജുൽ അഫ്കാർ ഫി തഖ്രീജ് അഹാദീസിൽ അദ്കാർ എന്ന് പറഞ്ഞിട്ട് ഇമാം ഇബ്നു ഹജറിന് ഒരു കിതാബുണ്ട്. ആ ഇബ്നു ഹജറിൻ്റെ പ്രസ്തുത കിതാബിലാണ് ഇബ്നു ഹജർ ലം തസ്ബുത്ത്, ഈ റിവായത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഈ റിവായത്തിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ പണ്ഡിതന്മാരിൽ പലരും കുനൂത്തിൻ്റെ ലഫ്ദിൻ്റെ അവസാനത്തിൽ സലാത്തിനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇമാം നവവി ഇതിനെ ബലപ്പെടുത്തി പറഞ്ഞത് മുഖവിലക്കെടുത്തു. അത് കുനൂത്ത് ഓതുന്നതുമായി ബന്ധപ്പെട്ടുള്ള മസാല നമ്മൾ ഇതുകൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. വലിൽ ബൈഹഖി അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു തആല അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖിക്കുണ്ട്. ബൈഹഖി അദ്ദേഹത്തിൻ്റെ സുനൻ അൽ കുബ്രയിൽ വലിൽ ബൈഹഖി അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമ ഖാല, ഇബ്നു അബ്ബാസ് പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, യുഅല്ലിമുന ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു, ദുആൻ ഒരു ദുആ, നദുഉ ബിഹി ആ ദുആ കൊണ്ട് ഞങ്ങൾ ദുആ ഇരക്കും, ഫിൽ കുനൂത്തിൽ. അപ്പോൾ കുനൂത്തിൽ ഞങ്ങൾ ദുആ ചെയ്യുവാൻ റസൂലുള്ള ഒരു ദുആ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. മിൻ സലാത്തി സുബഹി നമസ്കാരത്തിൽ. അപ്പോൾ സുബഹി നമസ്കാരത്തിൽ നിന്നുള്ള കുനൂത്തിൽ ഞങ്ങൾ ദുആ ഇരക്കുവാൻ ഒരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇബ്നു ഹജർ പറഞ്ഞു വഫി സനദിഹി ദഅഫുൻ, അതിൻ്റെ സനദിൽ എന്തുണ്ട്? ദുർബലത ഉണ്ട്. ആ ഹദീസ് ദഈഫാണ്. ഈ ഹദീസ് ദഈഫാണ്. കാരണം മജ്ഹൂലായ ഒരു റാവി ഉണ്ട് എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. അതിൽ മജ്ഹൂലായ റാവി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ദുർബലാണ്, ദഈഫാണ് ഇബ്നു അബ്ബാസിൻ്റെ ഈ ഹദീസ്. സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് കുനൂത്ത് ഏത് കുനൂത്ത്? ഇപ്പം നാസിലത്തിൻ്റെ കുനൂത്ത് നമ്മൾ പറഞ്ഞു. മുസ്ലിമീങ്ങൾക്കൊരു വിപത്ത് ഉണ്ടായാൽ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി, അതേപോലെ ശത്രുവിന് പ്രതികൂലമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നു. നാസിലത്തിൻ്റെ കുനൂത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 നമസ്കാരങ്ങളിലും ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ നിർവഹിച്ചിരുന്നത് സുബഹിക്കും പിന്നെ മഗ്രിബിനുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് നിർവഹിച്ചിരുന്നത്. അത് നാസിലത്തിൻ്റെ കുനൂത്താണ്. ആ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് ചെയ്തതിനെക്കുറിച്ച് അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ച്, ആ ഹദീസുകൾ നമ്മൾ വിശദീകരിച്ചു. എന്നാൽ സുബഹിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് ഓതിക്കൊണ്ടിരുന്നു. ഹത്താ ഫാറഖ ദുനിയാവിനോട് റസൂലുള്ളാഹി മരണം വരിച്ച് വേർപിരിയുന്നത് വരെ എന്നുള്ള ഹദീസ്, അതിനെക്കുറിച്ച് നമുക്ക് വന്നു. അതിലാണ് നമ്മൾ അബൂ ജാഫർ അർ-റാസി എന്ന് പറയുന്ന റാവി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന വീഴ്ചയാണത് എന്നൊക്കെ പറഞ്ഞത് വിശദീകരിച്ചു. ഇവിടെ
ഇത് വിത്തറിലെ കുനൂത്തിനെ കുറിച്ചാണ്. വിത്തറിലെ കുനൂത്തിൽ ചൊല്ലുവാൻ ഹസൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആയാണ് ഇവിടെ പറഞ്ഞത്. രണ്ടാമത്തെ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഈ റിവായത്തിൽ ഇത് സുബഹി നമസ്കാരത്തിലെ കുനൂത്തിൽ, പക്ഷേ ഹദീസ് ദഈഫാണ്. വിത്തറിലെ കുനൂത്ത് അത് മശ്റൂ ആണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വിത്തറിൽ കുനൂത്ത് വാജിബാണ് എന്ന് പറഞ്ഞ പണ്ഡിതനാണ് ഇമാം അബൂ ഹനീഫ. വാജിബാണ് വിത്തറിലെ കുനൂത്ത്. അത് വർഷം മുഴുവനും വിത്തർ നമസ്കാരത്തിൽ കുനൂത്ത് വാജിബാണ് എന്നതാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പക്ഷം. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കുനൂത്ത് വിത്തറിലുണ്ട്, പക്ഷേ അത് വാജിബാണോ അതല്ല സുന്നത്താണോ, അതിൽ അങ്ങനെ ചില അഭിപ്രായങ്ങൾ ഹനഫി മദ്ഹബുകാർക്കിടയിൽ കാണാൻ സാധിക്കും. പക്ഷേ ഹനഫി മദ്ഹബിൽ കുനൂത്ത് വാജിബാണെങ്കിലും ആ കുനൂത്തിൻ്റെ സ്ഥാനം അത് വിത്തറിലെ റുക്കൂവിന് ശേഷമല്ല, എഴുത്തിദാലല്ല, പിന്നെയോ റുക്കൂവിന് മുമ്പാണ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തും ഓതി കഴിഞ്ഞാൽ പിന്നെ അതിന് ഉടനെയാണെന്ത് ഹനഫികളുടെ കുനൂത്ത്. സൂറത്തുൽ ഇൻഷിഖാഖ് പാരായണം ചെയ്യുന്ന ദൈർഘ്യത്തിൽ കുനൂത്ത് ഓതാം എന്നാണ് ഹനഫികൾ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ അവരുടെ കുനൂത്ത് എവിടെപ്പോഴാണ്? അത് റുക്കൂവിന് മുമ്പാണ്. അത് വർഷം മുഴുവനും. അതാണ് ഹനഫികളുടെ വീക്ഷണം. ഹംബലികളെ സംബന്ധിച്ചിടത്തോളം അവർ ഹനഫികളിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് വർഷം മുഴുവൻ ഹംബലികൾക്ക് കുനൂത്ത് സുന്നത്താണ്. വിത്തർ നമസ്കാരത്തിൽ കുനൂത്ത് സുന്നത്താണ്, വാജിബല്ല. കുനൂത്തിൻ്റെ സ്ഥാനം ഏതാണ്? കുനൂത്തിൻ്റെ സ്ഥാനം റുക്കൂവിന് ശേഷമാണ്, റുക്കൂവിന് മുമ്പല്ല. വിത്തർ നമസ്കാരത്തിൽ റുക്കൂവിന് ശേഷം. മാലിക്കി മദ്ഹബാരെ സംബന്ധിച്ചിടത്തോളം മാലിക്കികൾക്ക് വിത്തറിൽ കുനൂത്ത് ഗൈറു മശ്റൂ ആണ്, കുനൂത്ത് ഓതാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് മാലിക്കികൾ. വിത്തറിൽ കുനൂത്ത് പാടുള്ളതല്ല, മശ്റൂ അല്ല. അതേ ആ അഭിപ്രായമാണ് ഇമാം താവൂസ് ഇബ്നു കൈസാനുള്ളത്. ഇമാം താവൂസ് ഇബ്നു കൈസാൻ പറഞ്ഞിരുന്നത് വിത്തറിലെ കുനൂത്ത് ബിദ്അത്താണ്. മാലിക്കികൾ അത് മക്രൂഹാണ് എന്ന അഭിപ്രായക്കാരാണ്. അത് മതപരമല്ല, അത് മക്രൂഹാണ് മാലിക്കികൾ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് ഇന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു അസറിൽ അദ്ദേഹം വിത്തറിലെ കുനൂത്തിനെ എതിർത്തിരുന്നു എന്നുള്ളത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഷാഫിഈകളെ സംബന്ധിച്ചിടത്തോളം അവർ വിത്തറിൽ കുനൂത്ത് വിശുദ്ധ റമദാൻ മാസത്തിലെ രണ്ടാം പകുതിയിൽ മാത്രമാണ് മശ്റൂ, മുസ്തഹബ്, പ്രതിഫലാർഹമായിട്ടുള്ളത് എന്ന അഭിപ്രായക്കാരാണ്. റമദാൻ മാസത്തിൽ അതിൻ്റെ രണ്ടാം പകുതിയിൽ. റമദാൻ മാസത്തിന് 30 ദിവസമാണെങ്കിൽ അതിൻ്റെ അവസാനത്തെ പകുതിയിലാണ് കുനൂത്ത് മശ്റൂ, മുസ്തഹബായിട്ടുള്ളത്. അപ്പോൾ വിത്തറിലെ കുനൂത്തിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? പൂർവ്വകാലം മുതലേ അഭിപ്രായ വ്യത്യാസം നിലവിലുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ അത് ബിദ്അത്താണ് എന്നുള്ള അഭിപ്രായക്കാരാണ്. എന്നാൽ ഇപ്പം ഈ ഹദീസ് വിത്തറിലെ കുനൂത്തിൽ ചെല്ലാൻ പഠിപ്പിച്ച ലഫ്ദുകളുണ്ടല്ലോ, ഈ ഹദീസ് അതേപോലെ തന്നെ മറ്റു ചില ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബൈയിൽ നിന്നൊക്കെ ഹദീസ് വന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ കുനൂത്ത് ഓതിയിരുന്നു വിത്തറിൽ എന്നറിയിക്കുന്ന ഹദീസുണ്ട്. കാന യഖ്നുതു അഹ്യാനൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ കുനൂത്ത് ഓതിയിരുന്നു എന്നറിയിക്കുന്നതായ ഹദീസുകളുണ്ട്. അതുകൊണ്ട് തന്നെ വിത്തറിൽ കുനൂത്ത് ഓതുക എന്നുള്ളതിനൊരു അസലുണ്ട്, ഒരു അടിസ്ഥാനമുണ്ട്. പക്ഷെ അത് നിത്യമാക്കാൻ തെളിവില്ല. വല്ലപ്പോഴുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് ഓതിയിരുന്നത്. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി റമദാൻ മാസത്തിലെ രണ്ടാം പകുതിയിൽ കുനൂത്ത് എന്നല്ല, വർഷം മുഴുവനില്ല, പിന്നെ റമദാൻ മാസത്തിൽ മാത്രമാണ് കുനൂത്തുള്ളത്, അതിൻ്റെ അവസാനത്തെ പകുതിയിൽ എന്ന് പറയാൻ ഈ വല്ലപ്പോഴും കുനൂത്ത് ഓതിയിരുന്നു എന്നുള്ളതുണ്ടല്ലോ, അതും പിന്നെ അതിനനുസരിച്ച് ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്.
റമദാനിലെ രണ്ടാം പകുതിയിലായിരുന്നു റസൂലുള്ളാഹിൻ്റെ കുനൂത്ത് ഉണ്ടായിരുന്നത് എന്നറിയിക്കുന്ന രീതിയിൽ സഹാബികളിൽ നിന്ന് അങ്ങനെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അത് പറഞ്ഞത്. ഏതായാലും റമദാനിലായാലും റമദാൻ അല്ലാത്ത രാവുകളിലായാലും വിത്ർ നിസ്കാരത്തിൽ ഒരാൾ വല്ലപ്പോഴും കുനൂത്ത് ഓതുകയാണ് എങ്കിൽ അതിനെന്തുണ്ട്, ഒരസലുണ്ട്. കൈ ഉയർത്താവുന്നതാണ്, പിന്നെ കുനൂത്തിൽ ആമീൻ പറയാവുന്നതാണ്. അതറിയിക്കുന്നതായ പിന്നെ ചില അസറുകളുണ്ട്. ഉമറിൽ നിന്നും മറ്റൊക്കെ വന്ന ചില അസറുകളുണ്ട്. കുനൂത്തിൽ ഇപ്പോൾ ഇത് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച പിന്നെ ഹദീസുള്ളതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു നിർവഹിച്ച കുനൂത്തിനെ കുറിച്ച് പിന്നെ അല്ലാഹുമ്മ ഇന്ന നസ്തഗ്ഫിറുക വനുഅ്മിനു ബിക വനസ്തഹ്ദീക് എന്ന് തുടങ്ങിയിട്ട് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു ലഫ്ദ് ഉദ്ധരിക്കുന്നുണ്ട്, കുനൂത്തിൻ്റെ ലഫ്ദ്. ആ കുനൂത്തിൻ്റെ ലഫ്ദും ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നിന്നുള്ള കുനൂത്തിൻ്റെ ലഫ്ദും ഉണ്ടല്ലോ, അത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ സൂറത്ത് ഇൻഷിഖാക്കിൻ്റെ ദൈർഘ്യമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ടാണ് ഹനഫികൾ പറഞ്ഞത് ഇൻഷിഖാക്കിൻ്റെ ദൈർഘ്യത്തിൽ റുക്കൂവിന് മുമ്പ് ശബ്ദം റുക്കൂവിന് മുമ്പ് കുനൂത്ത് ഓതാം എന്ന് ഹനഫികൾ പറഞ്ഞത്. ആ ലഫ്ദും പിന്നെ സ്ഥിരപ്പെട്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളതായ ആ കുനൂത്തിൻ്റെ ലഫ്ദ് സ്ഥിരപ്പെട്ടതാണ്. എപ്പോഴും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വാരിതായ ലഫ്ദുകളിൽ പരിമിതപ്പെടുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത് ചിലപ്പോഴൊക്കെ എന്നല്ലേ ആ രീതിയിൽ കുനൂത്ത് നിർവഹിക്കുകയാണ് വേണ്ടത്. ഇന്ന് പിന്നെ കുനൂത്തിൻ്റെ വിഷയത്തിൽ, അതായത് വിത്തറിൻ്റെ കുനൂത്തിൽ കാണുന്നതായ ഈ പിന്നെ അധികരിച്ച ലഫ്ദുകൾ, അതേപോലെ തന്നെ അതിൽ ഖുർആൻ ഓതുന്നതിനേക്കാൾ കുനൂത്ത്, നിത്യമായിട്ട് കുനൂത്ത്, ഇതൊന്നും പിന്നെ അത് വന്നതല്ല, അത് പിന്നെ ഉദ്ധരിക്കപ്പെട്ടതുമല്ല. കാരണം പിന്നെ ഇന്ന് കാണുന്ന ഈ ഒരു ഉണ്ടല്ലോ എല്ലാ പള്ളികളിലും കുനൂത്തിന് അമിത പ്രാധാന്യം, കുനൂത്ത് ദീർഘമായി ഓതുന്ന പള്ളികളിലേക്ക് ആളുകളുടെ നട്ടോട്ടം, കുനൂത്ത് ഓതിയിട്ടില്ല ഒരു ഇമാമ് എങ്കിൽ അന്നെന്തോ ഒരു മുസീബത്ത് സംഭവിച്ചതുപോലെയാണ്. ആ കുനൂത്ത് ഇമാമിനെ തന്നെ അതൊരു കുറവായിട്ട് കാണും. കുനൂത്ത് ഓതാത്ത പള്ളിയിലേക്ക് ചിലർ പോകുന്നല്ല. ഒരു ദിവസം ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ഓതുന്ന ഒരാളെ ഒരു ദിവസം ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെ ആളുകൾ സംസാരിക്കുന്ന ഒരു സ്ഥിതി വിശേഷം. ഇതൊക്കെ പിന്നെ സൂക്ഷിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം പിന്നെ ഇന്നീ കാണുന്ന ഈ പ്രാധാന്യം, ഈ ഒരു പിന്നെ പെരുമയും പൂർവ്വകാലത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസം തന്നെ ഉണ്ടാവില്ല. പൂർവികരിൽ ഈ അഭിപ്രായ വ്യത്യാസം തന്നെ ഉണ്ടാവില്ല. ഒരു വിഷയമാണ് അത്. ഇതേപോലെ തന്നെയാണ് സുബഹി നമസ്കാരത്തിൻ്റെ കുനൂത്തിൻ്റെ വിഷയം. സുബഹി നമസ്കാരത്തിലെ കുനൂത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നു. അതിൽ പിന്നെ ഹനഫികൾക്കും ഹംബലികൾക്കും പിന്നെ സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് ഗൈറു മശ്റൂആണ്, പാടില്ല എന്നുള്ള വീക്ഷണമാണ്. മനസ്സിലായി? കുനൂത്ത് മതപരമല്ല സുബഹി നമസ്കാരത്തിൽ എന്നുള്ളതാണ് ഹനഫികളുടെയും ഹംബലികളുടെയും പക്ഷം. ആ വിഷയത്തിൽ ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ, അബൂദർദ ഇവരുന്ന ഹദീസ് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുബഹി നമസ്കാരത്തിൽ ഈ ഷാഫിയാക്കൾക്കിടയിൽ കാണുന്ന കുനൂത്തുണ്ടല്ലോ, അത് മശ്റൂ അല്ല, മതപരമല്ല എന്നുള്ളതാണ് ഹനഫികളുടെയും ഹംബലികളുടെയും പക്ഷം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയും മാലിക്കി മദ്ഹബിലെ ഫുഖഹാക്കളും സുബഹിക്ക് കുനൂത്ത് മുസ്തഹബാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ഇതേപോലെ കുനൂത്ത് അതിൻ്റെ സ്ഥാനം റുക്കൂവിന് മുമ്പാണ്. സൂറത്ത് ഓതിയിട്ട് ഫാത്തിഹ ഓതി സൂറത്ത് ഓതി ഉടനെയാണ് കുനൂത്ത്. പിന്നെ പതുക്കെയാണ് കുനൂത്ത്. ഉറക്കനും ഇമാമും ഓതിയിട്ട് മമ്മൂമിയും ആമീൻ പറയാൻ പാടുള്ളതല്ല. ഇമാമും മമ്മൂമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനൊക്കെ പതുക്കെയാണ് കുനൂത്ത് ഓതേണ്ടത്. അപ്പോൾ സൂറത്ത് ഫാത്തിഹ ഓതി സൂറത്ത് ഓതിയതിന് ശേഷം റുക്കൂ ചെയ്യുന്നതിന് മുമ്പ് കുറേ നേരം മൗനത്തിൽ നിൽക്കുക. ആ മൗനം എന്താണ്? അത് മാലിക്കികൾക്ക് കുനൂത്താണ്. മനസ്സിലായി? ശബ്ദം ഉയർത്താൻ പാടുള്ളതല്ല. മാലിക്കി മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം ഉമറിൽ നിന്ന് വന്ന കുനൂത്താണ് അവർ കൂടുതൽ എന്ത് ചെയ്തതിന് പിന്നെ അതാണ് ഓതൽ ഉത്തമം എന്ന അഭിപ്രായക്കാരാണ്. അതാണ് കൂടുതൽ ഓതാൻ ഉത്തമം എന്നുള്ള അഭിപ്രായക്കാരാണ്. ഷാഫിഈയാക്കളാണ് സുബഹിക്ക് കുനൂത്ത് സുന്നത്താണ് എന്നുള്ള അഭിപ്രായക്കാർ. ബലപ്പെട്ട സുന്നത്ത് എന്നാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതിൽ കുനൂത്തിൻ്റെ ലഫ്ദ് ഹസനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഈ കുനൂത്താണ് സുബഹിക്ക്. അതിൻ്റെ സ്ഥാനം റുക്കൂവിന് ശേഷമാണ്. ഉത്തമം ഷാഫി മദ്ഹബിൽ ഉത്തമം റുക്കൂവിന് ശേഷമാണ്.
പക്ഷേ ആ വിഷയത്തിൽ ഹദീസ് എന്തില്ല, ഹദീസ് സഹിയായി വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനോട് യാത്ര ആവുന്നത് വരെ കുനൂത്ത് ഓതിയിരുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് അതെന്തല്ല, അത് സഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല. അബൂ ജാഫർ റാസി എന്ന് പറയുന്ന റാവിയുടെ മുൻകറായ റിപ്പോർട്ടാണത്. മുൻകറായ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മഷാഹീറിൽ നിന്ന് മനാക്കീറുകളെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് പ്രസിദ്ധരായ റാവികളിൽ നിന്ന് മുൻകറായ റിപ്പോർട്ടുകൾ കൊണ്ടുവരുന്ന ആളാണ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. മുൻകർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, വിശ്വസ്തന്മാരായ റാവികൾക്കെതിരിൽ ദുർബലനായ ആളെ ഹദീസ് റിപ്പോർട്ട് ചെയ്യലാണ്. വിശ്വസ്തന്മാരായ റാവിമാർ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനെതിരിൽ ദുർബലനായ ഒരാളെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് മുൻകറായ റിപ്പോർട്ട് എന്ന് പറയാം. അങ്ങനെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആര്? ഈ അബൂ ജാഫർ റാസി. അയാളാണ് ഈ ദുനിയാവിനോട് വേർപിരിയുന്നത് വരെ കുനൂത്ത് ഓതി എന്നുള്ള റിപ്പോർട്ട് കൊണ്ടുവന്നത് എന്നാണ് അതിൽ പണ്ഡിതന്മാർ പറയുന്നത്. ഏതായാലും അതിന് തെളിവില്ല. ഇതാണ് സുബഹിൻ്റെ കുനൂത്തും അതേപോലെ തന്നെ വിത്തറിൻ്റെ കുനൂത്തും ആ വിഷയത്തിലുള്ളതായ പ്രധാനപ്പെട്ട മസലകൾ. അതുകൊണ്ട് തന്നെ ഈ ലഫ്ദുകളെ നമ്മൾ പരിഗണിക്കണം. പക്ഷേ അത് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചതാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ധരിക്കപ്പെട്ടുള്ളത്. ഈ ഹദീസിനെ ചിലരുണ്ടല്ലോ, ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഹദീസ് സഹിഹാണ്, ബലപ്പെട്ട പ്രാമാണികരായ പലരും ഇതിനെ സഹിയാക്കിയിട്ടുണ്ട്. ചിലർ ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഹസനെ കുട്ടിയാണ്, മനസ്സിലായി. ഹസൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഹിജ്റയുടെ 3-ലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഹസന് 9 വയസ്സാണ്, മനസ്സിലായേ. അപ്പോൾ ഹസനിൽ നിന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഹസനല്ലാത്ത മറ്റു റാവിമാരിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ആ നിലക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിനെ നിരൂപിച്ചവരുണ്ട്. പക്ഷേ ഹദീസ് സഹിയാണ്, അതിൽ ഇഷ്കാലില്ല. ഹദീസ് സഹിയായിട്ട് സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് ഓതിയിരുന്നു, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതെപ്പോഴെങ്കിലും കുനൂത്ത് ഓതിയിരുന്നു. കാരണം കുനൂത്ത് അഹ്യാൻ എന്നാണ്, ചിലപ്പോൾ കുനൂത്ത് ഓതിയിരുന്നു എന്നല്ലേ. അപ്പോൾ എപ്പോഴെങ്കിലും കുനൂത്ത് ഓതുകയാണ് എങ്കിൽ അതാണ് റസൂലുള്ളാഹിൻ്റെ സുന്നത്ത്. അതിൽ ചൊല്ലേണ്ട പദപ്രയോഗങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഇബാദത്ത് ചെയ്തപ്പോൾ അതെങ്ങനെ ചെയ്തു എന്ന്, അതിൽ എന്ത് ചൊല്ലി എന്നുള്ളതും പ്രധാനമാണ്. റസൂൽ നിർവഹിച്ച കൈഫിയത്തിലാണ്, രീതിയിലാണ് നമ്മൾ ആ ഇബാദത്ത് എടുക്കേണ്ടത്. عن أبي هريرة رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال إذا سجد أحدكم فلا يبرك كما يبرك البعير وليضع يديه قبل ركبتيه. أخرجه الثلاثة. പിന്നെന്തായാല് വഹുവ അഖ്വാ മിൻ ഹദീസി വാഇൽ ഇബ്നു ഹുജർ അല്ലേ, വഹുവ അഖ്വാ മിൻ ഹദീസി വാഇൽ ഇബ്നു ഹുജറിൻ റളിയല്ലാഹു തആല അൻഹു വഫീഹി അല്ലേ വഫീഹി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സജദ വദഅ റുക്ബതൈഹി ഖബ്ല യദൈഹി. പിന്നെ ഈ ഒന്നാമത്തെ വലിൽ ഹദീസിൽ അവലി ഷാഹിദും മിൻ ഹദീസ് ഇബ്നു ഉമർ, അങ്ങനല്ലേ. അതിന് തുടർന്ന് എന്താ വന്നത്, ഫൈനലിൽ അവലി ഷാഹിദൻ ഫൈനലിൽ അവലി ഷാഹിദൻ മിൻ ഹദീസി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറയിൽ നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സജദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ സുജൂദ് ചെയ്താൽ, ഫലാ യബ്റുക്, അവൻ മുട്ടുകുത്തരുത്. ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ, ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ അവന് മുട്ടുകുത്തരുത്. വലിയദഅ യദൈഹി, അവൻ തൻ്റെ ഇരു കരങ്ങളെയും വെക്കട്ടെ, ഖബ്ല റുക്ബതൈഹി, അവൻ്റെ കാൽമുട്ടുകൾക്ക് മുമ്പായി, കാൽമുട്ടുകളെ വെക്കുന്നതിന് മുമ്പായി. എന്താ, ഇദാ സജദ അഹദുക്കും, നിങ്ങളൊരാൾ സുജൂദ് ചെയ്താൽ, ഫലാ യബ്റുക്, അവൻ മുട്ടുകുത്തരുത്, കമാ യബ്റുകുൽ ബഈർ, ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ.
വലിയത യദൈഹി അവൻ ഇരു കരങ്ങളെയും വെക്കട്ടെ ഖബല റുക്ബതൈഹി തൻ്റെ മുട്ടുകൾ രണ്ടും വെക്കുന്നതിന് മുമ്പായി. ഇതാരാ റിപ്പോർട്ട് ചെയ്ത്? അഖ്റജോ സലാസ. ആരാ? അബൂദാവൂദും തുർമുദിയും നസായിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. തയ്യം. അപ്പോൾ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ ഇതിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ ആദ്യം ഏതാ വെക്കേണ്ടത്? കൈയാണ് കൊണ്ടുപോയി വെക്കേണ്ടത്, മുട്ട് വെക്കരുത് എന്നാണ്. അതാണ് അതായത് ഇനി ഈ ഹദീസിനെ കുറിച്ച് പറയാണ് വഹുവ അഖ്വ മിൻ ഹദീസി വാഇൽ ഇബ്നു ഹുജർ. വാഇൽ ഇബ്നു ഹുജറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനേക്കാൾ ഈ ഹദീസ് എന്താണ്? അഖ്വ, ബലപ്പെട്ടതാണ്. വഹുവ എന്ന് പറഞ്ഞാൽ അബൂ ഹുറൈറയിൽ നിന്നുള്ള ഈ ഹദീസ് അത് അഖ്വ, ബലപ്പെട്ട റിവായത്താണ്, ഹദീസാണ്. മിൻ ഹദീസി വാഇൽ ഇബ്നു ഹുജർ, വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിനേക്കാൾ. വാഇൽ ഇബ്നു ഹുജറിൽ നിന്നുള്ള ഹദീസ് എന്താ? അതാണ് ഫീ അതിലുള്ളത് എന്താ? അല്ലെങ്കിൽ ഖാല അദ്ദേഹം പറഞ്ഞു റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. ഇദാ സജദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്താൽ വദാ റുക്ബതൈഹി, റസൂൽ രണ്ട് കാൽമുട്ടുകളെ വെക്കും, മുട്ടുകളെ വെക്കും. ഖബല യദൈഹി, തൻ്റെ കൈകൾക്ക് മുമ്പായി. അപ്പം എന്തായി? അത് രണ്ടും എതിരായി. വായിൽ പറയാണ് റളിയല്ലാഹു തആല അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്ത ആദ്യം മുട്ടാണ് വെക്കുക, പിന്നെയാണ് എന്ത്? കൈ വെക്കുക. ഇബ്നു ഹജർ റഹിമഹുള്ള പറയാണ് ഈ ഹദീസാണ് ബലപ്പെട്ടത് ഏതിനേക്കാൾ? ഈ ഹദീസിനേക്കാൾ, വായിലിൻ്റെ ഹദീസിനേക്കാൾ ഈ ഹദീസാണ് ബലപ്പെട്ടത്. മാത്രമല്ല ഇബ്നു ഹജർ റഹിമഹുള്ള പിന്നെ പറയുന്നത് വലിൽ അവ്വലി ഷാഹിദുൻ മിൻ ഹദീസി ഇബ്നു ഉമറ, അങ്ങനല്ലേ? വലിൽ അവ്വലി ഷാഹിദുൻ മിൻ ഹദീസി ഇബ്നു ഉമർ. വലിൽ അവ്വലി ഈ ഒന്നാമത്തെ ഹദീസിലുണ്ട്. ഒന്നാമത്തെ ഹദീസ് എന്ന് പറഞ്ഞാൽ ആരുടെ ഹദീസ്? അബൂ ഹുറൈറയുടെ ഹദീസ്. ആ ഹദീസിനുണ്ട് ഷാഹിദുൻ, എന്താ? അതിനെ ബലപ്പെടുത്തുന്ന മറ്റൊരു റിവായത്ത് ഹദീസ്. ആരിൽ നിന്ന്? മിൻ ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ആ ഇബ്നു ഉമറിൻ്റെ റിവായത്തിനെ ഇബ്നു ഖുസൈമ അല്ല സഹീഹാക്കിയതെന്ന്? വസഹഹഹു ഇബ്നു ഖുസൈമ, ഇബ്നു ഖുസൈമ സഹീഹാക്കി. വറവാഹുൽ ബുഖാരിയു മൗഖൂഫൻ വ മുഅല്ലഖൻ, അല്ലേ? മുഅല്ലഖൻ വ മൗഖൂഫൻ. മാത്രമല്ല ഇബ്നു ഉമറിൻ്റെ ആ ഹദീസിനെ ഇമാം ബുഖാരി മൗഖൂഫായിട്ടും മുഅല്ലഖായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാഫിയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, നാഫിയിൽ നിന്ന്, അല്ലേ? ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ഇവിടെ രണ്ട് ഹദീസാണുള്ളത് ഇവിടെ കൊടുത്തത്. ഏതോ ഒരു ഹദീസ് ആരുടെ ഹദീസാ? അബൂ ഹുറൈറയുടെ ഹദീസ്. ആ ഹദീസിൽ എന്താണുള്ളത്? ആദ്യം കൈയാണ് വെച്ചിരുന്നത് സുജൂദ് പോയപ്പോൾ, കാല് മുട്ട് വെക്കുന്നതിന് മുമ്പ്. പിന്നെ രണ്ടാമതൊരു ഹദീസ് ഉണ്ട്, അത് ആരുടേതാണ്? വായിൽ ഇബ്നു ഹുജറിൻ്റെ ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തപ്പോൾ കാൽമുട്ടാണ് ആദ്യം വെച്ചത്. ഏത് വെക്കുന്നതിന് മുമ്പ്? കൈ വെക്കുന്നതിന് മുമ്പ് മുട്ടാണ് വെച്ചത്. ഇബ്നു ഹജർ റഹിമഹുള്ള പറയാണ് വലിൽ അവ്വലി ഷാഹിദും മിൻ ഹദീസി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഈ ഒന്നാമത്തേതിന് അതിനെ ബലപ്പെടുത്തുന്ന മറ്റൊരു റിവായത്തുണ്ട്. അത് ആരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ടാണ്. ഇബ്നു ഉമറിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. ആ ഇബ്നു ഉമറിൻ്റെ റിപ്പോർട്ടിനെ സഹഹഹു ഇബ്നു ഖുസൈമ, ഇബ്നു ഖുസൈമ എന്ത് ചെയ്തിട്ടുണ്ട്? സഹിഹാക്കിയിട്ടുണ്ട്. വറവാഹുൽ ബുഖാരിയു, പ്രസ്തുത ഹദീസിനെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൗഖൂഫൻ വ മുഅല്ലഖൻ, മൗഖൂഫായിട്ടും മുഅല്ലഖായിട്ടും. മൗഖൂഫായിട്ട് എന്ന് പറഞ്ഞാൽ ഇബ്നു ഉമറിൻ്റെ പ്രവൃത്തിയായിട്ട്, മൗഖൂഫ് പറഞ്ഞാൽ സഹാബി ചെയ്തതെന്നാണ്, അല്ലെങ്കിൽ സഹാബി പറഞ്ഞതെന്നാണ്. അപ്പോൾ സഹാബി ഇബ്നു ഉമർ ചെയ്തതായിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഅല്ലഖായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഅല്ലഖ് എന്ന് പറഞ്ഞെങ്കിൽ സഹാബി ഇല്ലാതെ താബിഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യലാണ്. അപ്പോൾ ഇബ്നു ഉമർ ചെയ്തു എന്ന് ആരാ പറയുന്നത്? താബിഈയാണ് പറയുന്നത്. അത് ഈ നാഫിയാണ്, ഇബ്നു ഉമറിൻ്റെ മൗല നാഫിയാണ്, അദ്ദേഹം സഹാബിയല്ല. അപ്പോൾ ഇബ്നു ഉമർ ചെയ്തു എന്ന് ആരാ പറയണത്? നാഫിഈ പറയാണ്, സഹാബിയല്ല പറയുന്നത്, താബിയാണ് പറയുന്നത്. അപ്പോൾ സഹാബിയെ കളഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് മുഅല്ലഖ് എന്ന് പറയുക. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ സഹാബി ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഇബ്നു ഉമർ ചെയ്തതായി നാഫിയെ പറഞ്ഞത് ആര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. അതാണ് വറവാഹുൽ ബുഖാരിയു മൗഖൂഫൻ വ മുഅല്ലഖൻ, അല്ലെങ്കിൽ മൗഖൂഫൻ മുഅല്ലഖൻ. മുഅല്ലഖായിട്ട് മൗഖൂഫായിട്ട് ബുഖാരി അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഖുസൈമ അതിനെ സഹീഹാക്കിയിട്ടുണ്ട്. ആരുടെ ഹദീസിനെ? ഇബ്നു ഉമറിൻ്റെ ഹദീസിന്.
ആ ഇബ്നു ഉമറിൻ്റെ ഹദീസ് അറിയിക്കുന്നത് ഇതാണ്. അതായത് നാഫി പറയുകയാണ്, നാഫി പറയാണ്, ഇബ്നു ഉമറിൻ്റെ മൗലയായ നാഫി പറയാണ്, ഇബ്നു ഉമർ സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇബ്നു ഉമർ വെച്ചത് യദൈഹി തൻ്റെ ഇരു കരങ്ങളെയാണ് ഖബല റുക്ബത്തൈഹി മുട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് വെച്ചത് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് അബൂ ഹുറൈറയുടെ ഹദീസിൽ പറഞ്ഞതുപോലെയാണ് ആര് പ്രവർത്തിച്ചത്? ഇബ്നു ഉമർ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഈ ഹദീസിനൊരു ഷാഹിദാണ്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ പറഞ്ഞത് ഈ ഹദീസിനേക്കാൾ വിലപ്പെട്ടത് ഏത് ഹദീസാണ്? അബൂ ഹുറൈറയുടെ ഈ ഹദീസാണ്. അപ്പോൾ ഇബ്നു ഹജറിൻ്റെ അഭിപ്രായം എന്താണ്? ആദ്യം ഏതാ വെക്കേണ്ടത്? കൈയാണ് വെക്കേണ്ടത്. ഏതിനു മുമ്പ്? കാൽമുട്ടിന് മുമ്പ്. കാരണം രണ്ട് റിപ്പോർട്ടും കൊടുത്തിട്ട് ഈ റിപ്പോർട്ടിനെയാണ് അദ്ദേഹം ബലപ്പെടുത്തിയത്. മാത്രമല്ല ഈ റിപ്പോർട്ടിനാണ് ഇബ്നു ഉമറിൽ നിന്നുള്ള ഷാഹിദും അദ്ദേഹം കൊണ്ടുവന്നത്. അതാണ് ഒരു ശരിയോടടുത്ത അഭിപ്രായം. കാരണം സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈ വെക്കുക എന്നുള്ളതാണ് പിന്നെ ഹദീസിനോട് കൂടുതൽ അടുത്ത അഭിപ്രായം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ് ശരി പിന്നെ കൈ വെച്ചാലും മുട്ട് വെച്ചാലും ഒരാൾ കയ്യോ മുട്ടോ വെച്ച് സുജൂദ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. കയ്യോ മുട്ടോ വെച്ചിട്ട് സുജൂദ് ചെയ്യാണ് വേണ്ടത്. ഒന്നായിട്ട് പോയിട്ട് എന്ത് ചെയ്യരുത്? വീഴരുത്. ഒന്നായിട്ട് പോയിട്ട് വീഴരുത്. സുജൂദ് അള്ളാഹുവിനെ വിനയപ്പെട്ട് നിർവഹിക്കുന്ന ഇബാദത്താണ്. അപ്പോൾ ഒതുക്കത്തിൽ അടക്കത്തിൽ സുജൂദ് ചെയ്യുകയാണ് വേണ്ടത്. അത് കാൽമുട്ട് വെച്ച് സുജൂദ് ചെയ്താലും കൈ വെച്ച് സുജൂദ് ചെയ്താലും, ആദ്യം കൈ വെച്ചാലും ആദ്യം കാൽമുട്ട് വെച്ചാലും പ്രശ്നമല്ല. രണ്ടാലൊന്ന് വെക്കുക എന്നുള്ളതാണ് വേണ്ടത്. കൈ വെച്ചില്ല കാൽമുട്ട് വെച്ചില്ല ഒരാൾ സുജൂദ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. കാറ്റാടി മറിഞ്ഞു പോകുമ്പോൾ അങ്ങോട്ട് പോയി അല്ലേ? അങ്ങനെ ആവരുത്. അത് നിസ്കാരത്തിൻ്റെ ഖുശൂഇനെ തുമഇനീനത്തിനെ ബാധിക്കും. കൈ വെക്കുക അല്ലെങ്കിൽ മുട്ട് വെക്കുക, രണ്ടാലൊന്ന് വെക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വീക്ഷണപ്രകാരം ഒരാൾ അമലെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് റിവായത്തിനും അയാൾ പരിഗണിച്ചു എന്നുള്ളതാണ്. രണ്ട് റിവായത്തിനെയും അയാൾ പരിഗണിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഒരാൾ കാൽമുട്ട് വെക്കുന്നതിന് മുമ്പ് കൈ വെക്കുകയാണ് എങ്കിൽ അദ്ദേഹം ഈ കൂടുതൽ ബലപ്പെട്ട റിവായത്തിനെ പരിഗണിച്ചു എന്നാണ്. കാരണം ഈ ഹദീസിനുണ്ടല്ലോ ഒരു മറ്റൊരു റിവായത്തിൽ കാണാം, സുജൂദ് ചെയ്താൽ ഫൽ യദൈഹി ഖബല റുക്ബതൈഹി വലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ, അങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ഒരാൾ സുജൂദ് ചെയ്താൽ അവൻ ഇരു കരങ്ങളും വെക്കട്ടെ കാൽമുട്ട് കുത്തുന്നതിന് മുമ്പായി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു അവൻ ഒട്ടകം മുട്ട് കുത്തുന്നത് പോലെ മുട്ട് കുത്തരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കൈ വെക്കാൻ കൽപ്പനുണ്ട്. അപ്പോൾ ആ കൽപ്പന സ്വരത്തെ മാനിച്ചുകൊണ്ട് കൈ കുത്തലാണെന്ത്? ആദ്യം കൈ കുത്തലാണ് ഏറ്റവും ഉത്തമം എന്നാണ് പിന്നെ പണ്ഡിതന്മാർ പറയുന്നത്. ഷെയ്ഖ് അൽബാനിയെ പോലുള്ളതായ പണ്ഡിതന്മാരൊക്കെ ആ പക്ഷക്കാരാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ് ഇവിടെ ഹദീസിലൊരു പ്രശ്നം വന്നിട്ടുണ്ട് റാവിൻ്റെ അടുത്ത് നിന്ന്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞ എന്താണ്? ഇവിടെ വൽ യദ റുക്ബതൈഹി ഖബല യദൈഹി എന്നാണ്. ഇത് റാവിക്ക് അങ്ങോട്ടോട്ട് തെറ്റിപ്പോയതാണെന്നാണ്. അതായത് വൽ യദ റുക്ബതൈഹി, അവൻ തൻ്റെ ഇരുമുട്ടുകളും വെക്കട്ടെ ഖബല യദൈഹി, കൈ വെക്കുന്നതിന് മുമ്പായി. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്തായി? കാരണം ഇതേപോലായി ഈ ഹദീസിനോട് ഒത്തു വന്ന്. പിന്നെ കാരണം എന്താ വെച്ചാൽ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒട്ടകം മുട്ടുകുത്തുമ്പോൾ എന്താ, ഒട്ടകം പടിയുമ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത? ഒട്ടകം ആദ്യം മുട്ടാണ് കുത്തുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ കുത്തരുത്. പിന്നെ ആദ്യം മുട്ട് വെക്കുക പിന്നെ കൈ വെക്കുക എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഒട്ടകത്തിൻ്റെ മുട്ട എവിടെ? കയ്യിലാണ്, കാലുമേലല്ല. ഒട്ടകത്തിൻ്റെ റുക്ബത്ത് കയ്യുമേലാണ്. ഒട്ടകത്തിൻ്റെ മുട്ട് കയ്യുമേലാണ്, കാലുമേലല്ല. മൃഗങ്ങളുടെയൊക്കെ മുട്ട് പറയൽ, പ്രത്യേകിച്ച് ഒട്ടകത്തിൻ്റേത് കയ്യുമേലാണ് അതിൻ്റെ മുട്ട്. മനസ്സിലായി? ഒട്ടകം മുട്ടുകുത്തുമ്പോണ്ടല്ലോ ആദ്യം ഇത് മടക്കിയേ കുത്തുക, എന്നിട്ടാണ് കിടക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ കുത്തരുത്, കൈ വെക്കണം എന്നിട്ട് മുട്ട് വെക്കണം എന്ന് പറഞ്ഞു.
ഏതായാലും നമ്മൾ കൈവച്ച് മുട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അതേ ഈ ഹദീസിൻ്റെ കൽപ്പനയെ നമ്മൾ മാനിക്കലായി. ഹദീസിൻ്റെ കൽപ്പനയെ മാനിക്കലായി. ഈ ഹദീസിനെ ബലപ്പെടുത്തിയവർ പറഞ്ഞ് മുട്ട് കുത്തുകയാണ് കൈ വെക്കുന്നതിന് മുമ്പായി എങ്കിൽ റസൂലുള്ളാഹിൻ്റെ പ്രവൃത്തിയോട് നമ്മുടെ പ്രവൃത്തി യോജിച്ചു വന്നു. പക്ഷെ കൂടുതൽ ബലപ്പെട്ട റിവായത്ത് ഇതാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാ, കാല് കുത്തിയിട്ടുണ്ടെങ്കിലും മുട്ട് കുത്തിയിട്ടുണ്ടെങ്കിലും കൈ കുത്തിയിട്ടുണ്ടെങ്കിലും ഒരാളെന്ത് ചെയ്തു അങ്ങനെ പോയിട്ടാണ് പടിഞ്ഞു വീഴരുത്. പിന്നെയോ സുജൂദാണ്. അതുകൊണ്ട് തന്നെ കയ്യായാലും മുട്ടായാലും ഒന്ന് അത് ഏതെങ്കിലും ഒന്ന് വെച്ചിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സുജൂദ് ചെയ്യാൻ പാടുള്ളൂ, ഒതുക്കോ ഇതൊക്കെ ഉണ്ടാകാൻ എന്നുള്ളതാണ്. അതാണ് ആ വിഷയത്തിലുള്ള ഹദീസ്. ഇതിൽ ചിലർക്ക് ഭയങ്കര ഹംബലി മദ്ഹബിൽ ആദ്യം ഏതാ കുത്തണ്ടേ? ആദ്യം മുട്ടാണ്, കാൽമുട്ട്, പിന്നെയാണ് കയ്യ് അല്ലേ. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഗ്രന്ഥരചന നടത്തി ഷെയ്ഖ് അൽബാനിനൊക്കെ ഇങ്ങോട്ട് പറ്റ മോശപ്പെടുത്തി ഗ്രന്ഥരചന നടത്തിയത് കാണാൻ സാധിക്കും. അൽബാനിൻ്റെ അഭിപ്രായം എന്താ? ആദ്യം കയ്യാണ് കുത്തേണ്ടത്, പിന്നെയാണ് കാൽമുട്ട് വെക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചില പക്ഷപാതമുള്ള ആളുകൾ വളരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഷെയ്ഖ് അൽബാനിക്കൊക്കെ എതിരിൽ. മദ്ഹബി പക്ഷപാതത്തൊരു മഹാവിനയാണ്. وعن ابن عمر رضي الله تعالى عنهما أن رسول الله صلى الله عليه وسلم إذا قعد للتشهد وضع يده اليسرى على ركبته اليسرى واليمنى على اليمنى وعقد 53 وأشار بإصبعه السبابة. رواه مسلم. وفي رواية له وقبض أصابعه كلها وأشار بالتي تلي الإبهام. وقبض أصابعه كلها وأشار بالتي تلي الإبهام. طيب ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസ്. ഇത് തശഹുദിലിരുന്ന് വിരൽ ചൂണ്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയാണ്, അബ്ദുള്ള ഇബ്നു ഉമർ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാന ഇദാ ഖഅദ ലിത്തശഹുദ്, റസൂലുള്ള തശഹുദിന് ഇരുന്നാൽ, കാന ഇദാ ഖഅദ ലിത്തശഹുദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹുദിന് വേണ്ടി ഇരുന്നാൽ, വദഅ യദഹു, റസൂലുള്ള തൻ്റെ കൈകൾ വെക്കും, വദഅ യദഹുൽ യുസ്ര, തൻ്റെ ഇടത് കൈ റസൂലുള്ള വെക്കും, അലാ റുക്ബത്തിഹിൽ യുസ്ര, തൻ്റെ ഇടത് കാൽമുട്ടിന്മേൽ റുക്ബത്തിന്മേൽ വെക്കും. വല്യുംന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വലത് കൈ വെക്കും. വല്യുംന എന്ന് പറഞ്ഞാൽ വയദഹുൽ യുംന, തൻ്റെ വലത് കൈ വെക്കും. അലൽ യുംന എന്ന് പറഞ്ഞാൽ അലാ റുക്ബത്തിഹിൽ യുംന, വലത് കാൽമുട്ടിന്മേൽ വെക്കും. വഅഖദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅഖദ 53 എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ധിക്കും അല്ലെങ്കിൽ പിടിക്കും. അഖദ എന്ന് പറഞ്ഞാൽ പിടിക്കുക, ബന്ധിക്കുക. അതിൻ്റെ രൂപം പറയാം. അശാറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടുകയും ചെയ്യും. ബി ഉസ്ബുഇഹി, തൻ്റെ വിരൽ. ഏത് വിരൽ? അസബ്ബാബ, സബ്ബാബത്ത് വിരൽ. സബ്ബാബ പറഞ്ഞാൽ ചൂണ്ടുവിരൽ. റവാഹു മുസ്ലിം, ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. വഫി റിവായത്തുൽ ലഹു, ഇമാം മുസ്ലിമിൻ്റെ മറ്റൊരു റിവായത്തിലുണ്ട്, വഖബദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിപ്പിടിക്കും, അസാബിഅഹു, തൻ്റെ വിരലുകളെ, കുല്ലഹ, എല്ലാത്തിനെയും, വ അഷാറ, എന്നിട്ട് റസൂലുള്ള ചൂണ്ടും, ബില്ലത്തി തെലിൽ ഇബ്ഹാം, ഇബ്ഹാമിനോട് ചേർന്ന് വരുന്നതിന്, ബില്ലത്തി എന്ന് പറഞ്ഞാൽ യാതൊന്ന്, വ അഷാറ, റസൂലുള്ള ചൂണ്ടും, ബില്ലത്തി, യാതൊന്നിനെ. അതിൻ്റെ പ്രത്യേകത തെലി അൽ ഇബ്ഹാം, അത് ഇബ്ഹാമിനോട് ചേർന്ന് വരുന്നതാണ്. ഇബ്ഹാം എന്ന് പറഞ്ഞാൽ തള്ളവിരൽ, തെലി എന്ന് പറഞ്ഞാൽ ചേർന്ന് വരും. അപ്പോൾ ഇബ്ഹാമിനോട്, തള്ളവിരലിനോട് ചേർന്ന് വരുന്നതായ വിരൽ റസൂലുള്ള ചൂണ്ടുകയും ചെയ്യും. തള്ളവിരലിനോട് ചേർന്ന് വരുന്ന വിരലേതാ? ചൂണ്ടുവിരലാണ്. അതുകൊണ്ട് റസൂലുള്ള ചൂണ്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ പിന്നെ തശഹുദിലിരുന്നാൽ കൈ വെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹദീസ്. ഇടത് കാൽമുട്ടിന്മേൽ ഇടത് കൈയും വലത് കാൽമുട്ടിന്മേൽ വലത് കൈയും. ചില റിപ്പോർട്ടുകളിൽ
ഇടത് കാൽത്തുടയിൽ ഇടത് കൈയും വലത് കാൽത്തുടയിൽ വലത് കൈയും, അങ്ങനെയാണ്. അഖദ സലാസം വ ഖംസീൻ, റസൂലുള്ളാഹി സലാസം വ ഖംസീൻ പിടിക്കുന്നതാണ്. സലാസം വ ഖംസീൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണ് ഖിൻസർ, ചെറിയ വിരൽ. ഇത് ബിൻസർ, മോതിര വിരൽ. ഖിൻസർ, ബിൻസർ, ഈ രണ്ട് വിരലുകളെയും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതാണ് ഉസ്ത. ഉസ്ത എന്നാ മധ്യവിരൽ. ആ ഉസ്തയും ഇബ്ഹാമും ഇങ്ങനെ വൃത്താകൃതിയിൽ പിടിക്കുക. ഇബ്ഹാം പറഞ്ഞാൽ തള്ളവിരൽ, ഉസ്ത എന്ന് പറഞ്ഞാൽ മധ്യമത്തിലുള്ള വിരൽ, അതിനെങ്ങനെ പിടിക്കുക. എന്നിട്ട് ചൂണ്ടുവിരൽ ചൂണ്ടുക. ഇതിനാണ് അഖദ സലാസം വ ഖംസീൻ എന്ന് പറയുക. ഇത് പണ്ട് കാലങ്ങളിലുള്ള ഒരു നമ്പറാണ്. പണ്ട് കാലങ്ങളിലുള്ള ഒരു നമ്പറാണ്. അറബികൾ ഇങ്ങനെയാണ് കണക്ക് ആക്കിയത്, മനസ്സിലായേ? സലാസം വ ഖംസീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കണീനാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് പിന്നെ 53 എന്നാണ്. 53 പണ്ട് കാലങ്ങളിൽ. ഇപ്പോൾ കഴിഞ്ഞ് തൊട്ടുകൂട്ടണ എന്തരല്ലേ. ഓക്കെ. പിന്നെ ഇപ്പോഴും അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ കാലി കച്ചവടക്കാരൊക്കെ ചെയ്യൂലേ? കാലി കച്ചവടക്കാരെന്ത് ചെയ്യുക? ചന്തയിൽ മുണ്ടിട്ട് പിടിക്കും, വിരൽ ഇങ്ങനെ കാണിക്കും അല്ലേ? അതേപോലെ തന്നെ ബസ്സിൽ കണ്ടക്ടർമാരൊക്കെ അല്ലേ, ഓല് ഇങ്ങനെയൊക്കെ കാണിക്കും. സ്കൂൾ കുട്ടികളൊക്കെ കയറിയിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഒക്കെ വിരലുകൊണ്ടല്ലേ കാണിക്കുക, 10 ഇങ്ങനെ കാണിക്കും. അത് പിന്നെ അതേപോലെ അറബികൾക്കൊരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അവർ അഖദ സലാസം വ ഖംസീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ് പിടിക്കുക. ഈ ഹിൻസറും ബിൻസറും ഇങ്ങനെ ചുറ്റി പിടിക്കും. ഇബ്ഹാമും അതേപോലെ തന്നെ ഉസ്തയും ഇങ്ങനെ വൃത്താകൃതിയിൽ പിടിക്കും. ഉസ്ത എന്ന് പറഞ്ഞാൽ ഈ മധ്യവിരൽ, ഇബ്ഹാമ തള്ളവിരൽ. എന്നിട്ട് ചൂണ്ടും, വിരൽ ചൂണ്ടും. ഇതിന് പിന്നെ സലാസം വ ഖംസീൻ. പിന്നെ വേറൊരു ഇതുണ്ടല്ലോ, വഖബള വ അഷാറ ബി ഉസ്ബുഹി അസ്സബ്ബാബ, സബ്ബാബത്ത് വിരലുണ്ടല്ലോ അതിനെ ചൂണ്ടും. വ അഷാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടും ബി ഉസ്ബുഹി, തൻ്റെ വിരൽ കൊണ്ട്. ഏത് വിരൽ? അസ്സബ്ബാബ, സബ്ബാബത്ത് വിരൽ, അത് ചൂണ്ട് വിരൽ. അത് ഞാൻ പറയാം എന്തുകൊണ്ടാണ് സബ്ബാബ പറഞ്ഞത്. റവാഹു മുസ്ലിം വഫി റിവായത്തിൽ ലഹു, ഇമാം മുസ്ലിമിൻ്റെ മറ്റൊരു റിവായത്തിൽ വഖബള അസാബിഅഹു, റസൂലുള്ളാഹി വിരലുകളൊക്കെ എന്ത് ചെയ്യും? കൂട്ടിപ്പിടിക്കും. കുല്ലഹ വ അഷാറ ബില്ലത്തി തലീൽ ഇബ്ഹാം, ഇബ്ഹാം ഉണ്ടല്ലോ ഇത് റസൂലുള്ളാഹി ചൂണ്ടും. ഇത് മുസ്ലിമിൻ്റെ റിവായത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ? ഖിൻസർ, ബിൻസർ, ഉസ്ത ഇതൊക്കെ ചുരുട്ടി പിടിക്കും അല്ലേ? ഇത് ചൂണ്ടും. ഇതിനെ അതിൻ്റെ ഹാലിൽ വിടും ചെയ്യും. അതിൻ്റെ ഹാലിൽ പറഞ്ഞാൽ ഇതിങ്ങനെ പിടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഹാലിൽ വിടും. ഇതിനാണ് തിസം വൈശ്രീൻ എന്ന് പറയാം. അഖദ തിസം വൈശ്രീൻ, തിസം വൈശ്രീൻ ഇങ്ങനെയാണ് അതിൻ്റെ അറബികൾ. അങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ 29 അതിൻ്റെ മാന. അപ്പോൾ ഇങ്ങനെയും വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. വഖബള അസാബിഅഹു കുല്ലഹ വ അഷാറ ബില്ലത്തി തലിൽ ഇബ്ഹാം. ഇബ്ഹാം എന്ന് പറഞ്ഞാൽ തള്ളവിരൽ. സബ്ബാബ എന്ന് പറഞ്ഞാൽ എന്താ? ചൂണ്ടുവിരലിനാണ് ഇപ്പം നമ്മൾ സബ്ബാബ പറഞ്ഞത്. എന്തിനാ ചൂണ്ടുവിരലിന് എന്തിനാ സബ്ബാബ എന്ന്? സബ്ബാറിനെ ആക്ഷേപിച്ചു എന്നർത്ഥം. സബ്ബാബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷേപിക്കുന്നതാണ്. പിന്നെ ആക്ഷേപിക്കാനൊക്കെയാണ് എന്ത് ചെയ്യുക? ചൂണ്ടുവിരൽ പ്രയോഗിക്കും അല്ലേ? അന്നെ ഞാൻ കാണിച്ചു തരാൻ അറിയില്ലേ അതിനൊക്കെ? നമ്മളെ കണ്ടാൽ മതി അറിയും. അതൊക്കെ അതിനൊക്കെ സബ്ബാബയാണ് പ്രയോഗിക്കുക. ഒരു തുർഫ വായിച്ച് ഒരു തമാശ. അതിലെന്താ വെച്ചാൽ ഒരു ഭർത്താവ് ഭാര്യനെ അടിക്കുകയാണ് വടിയായിട്ട് ഭർത്താവ് ഭാര്യനെ അടിക്കുകയാണ്. അപ്പോൾ കണ്ടെന്ന് ഒരുത്തം ഒരു വിവരമുള്ള ഒരാൾ അയാൾ പറഞ്ഞ് വടി മൃഗത്തിനാണ് പ്രയോഗിക്കുക. അൽ അസ ലിൽ ബഹായി, വടി മൃഗങ്ങൾക്കാണ് ഉപയോഗിക്കുക. വ ഇന്നമ തുദ്റബുൽ മർഅതു ബിൽ മർഅ, എന്തതിനർത്ഥം? പെണ്ണിനെ കൊണ്ടാണ് അടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വേറെ പെണ്ണിട്ട് വേണ്ടത് ഓളെ ശിക്ഷിക്കാൻ എന്നത് അതിൻ്റെ അർത്ഥം അതാണ്. പെണ്ണിനെ അടിക്കാൻ പെണ്ണാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ ഭർത്താവിന് മനസ്സിലായില്ല. ഭർത്താവ് അയാൾ പറഞ്ഞില്ല മഫം, ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണ് പറയാണ് കമ്മിലി ദർബ് ലാ തൽതഫിത് ഇലൈന ഹിമാർ,
പെണ്ണ് പറഞ്ഞ് നിങ്ങൾക്ക് അടിക്കാനുള്ളത് അത്രയും അടിച്ചോളി, മൂപ്പര് പറഞ്ഞത് കേൾക്കേണ്ടത് അവൻ കഴുതേണേ. അതെന്താ പെണ്ണിന് വേഗം മനസ്സിലായി, പെണ്ണിനെ കൊണ്ടാണ് തല്ലുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വേറെ പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് പറയണു. അപ്പോൾ പറയണേ ഓൻ കഴുതയാണ്, ഓൻ്റെ പറഞ്ഞ് കേൾക്കണ്ട, നിങ്ങൾക്ക് തല്ലാൾ അത്ര തച്ചോളി എന്ന് പറഞ്ഞു. അല്ലാക്കുല്ലോ അസ്താഫുറുല്ലാ. പിന്നെ അപ്പോൾ അതാണ് പറഞ്ഞത് സബ്ബാബ. ഈ സബ്ബാബത്തിന് സബ്ബാഹ എന്നും പറയും. എന്താ ബിസ്ബുഇ അസ്സബ്ബാഹ. എന്താ സബ്ബാഹ പറഞ്ഞാൽ? സബ്ബാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തും. ആര്? ചൂണ്ടുവിരൽ. അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടുന്നത്. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടൂലേ അള്ളാഹുവിലേക്ക്. ഐൻ അള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലാഹുമ്മ അഷ്ഹദ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം അള്ളാഹുവിനെ സമ്മതിച്ചുകൊണ്ട്, അതേപോലെ തന്നെ അള്ളാഹുവിനെ പിന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടൊക്കെ വിരൽ ചൂണ്ടിയിട്ട് അള്ളാഹുവിനെ പരിശുദ്ധമാക്കുന്ന വിരലാണ് ആര്? ഈ ചൂണ്ടുവിരൽ. അതുകൊണ്ടാണ് അതിന് സബ്ബാഹ എന്ന് പറയുന്നത്. സബ്ബാഹ. ഇതിൽ വിരൽ ചൂണ്ടണം എന്നുള്ളത് ഇതിൽ വന്നു അല്ലേ? വാഷാറ ബില്ലത്തി തലിൽ ഇബ്ഹാം, ചൂണ്ടുവിരൽ ചൂണ്ടണം. വേറെ ചില റിവായത്തുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ വായിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വായിൽ ഇബ്നു ഹുജറിൽ നിന്നുള്ള റഫഅ ഉസ്ബുഅഹു, റസൂലുള്ള തൻ്റെ വിരൽ ഉയർത്തി, കാന യുഹർരികുഹ വയദഉ ബിഹ, റസൂലുള്ള കാന യുഹർരികുഹ, ആ വിരൽ ഇളക്കിയിരുന്നു, വയദഉ ബിഹ, അതുകൊണ്ട് ദുആ ചെയ്തിരുന്നു. മനസ്സിലല്ലേ? അപ്പോൾ വിരൽ ഇളക്കിയിരുന്നു എന്ന് ഹദീസിൻ്റെ ലഫ്ദിൽ വന്നിട്ടുണ്ട്. ഹദീസ് സഹീഹാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നൊരു റിപ്പോർട്ടിലാണ് വിരൽ ഇളക്കിയിരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ബലപ്പെട്ട റിപ്പോർട്ടുകൾക്ക് എതിരാണ് ആ റിപ്പോർട്ട്. പിന്നെ കൂടുതൽ റിവായത്തുകളിലും ഇങ്ങനെ വിരൽ ഇളക്കിയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർ ഫുഖഹാക്കൾ വിരൽ ഇളക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്, വിരൽ ഇളക്കണം എന്നുള്ളത്. ഷാഫിയാക്കൾ നമ്മൾ പിന്നെ തശഹുദ് ചെല്ലുമല്ലോ അത്തഹിയാത്ത്, അതിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ മാത്രം വിരൽ ഇല്ലല്ലാ പറയുമ്പോൾ വിരൽ ചൂണ്ടാൻ പറഞ്ഞു, വിരൽ ചൂണ്ടാൻ. ഹനഫികൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ വിരൽ ചൂണ്ട, പിന്നെ താഴത്ത്. അതേസമയം ഷാഫിയാക്കൾ വിരൽ ചൂണ്ടിയിട്ടുണ്ട് എങ്കിൽ അത് സലാം വീട്ടുന്നവരെ നിർത്തും. പക്ഷേ അവർ ഇല്ലല്ലാ എന്ന് പറയുമ്പോഴാണ് എന്ത് ചെയ്യുക? ചൂണ്ടി തുടങ്ങുക. ഹംബലികൾ തശഹൂദിൽ സലാത്തിൽ ദുആയിലൊക്കെ അള്ളാഹ് വരുന്നിടത്തൊക്കെ ഇളക്കുക, അള്ളാഹ് എന്നുള്ള ലഫ്ദുൽ ജലാലിൽ വരുന്നിടത്തൊക്കെ ഇളക്കുക. അപ്പോൾ തഹിയ്യാത്തുനില്ല അവിടെ ഇളക്കുക. വസ്സലവാത്ത് വത്തയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി ഉണ്ടോ? അങ്ങനെ ലഫ്ദുൽ ജലാല് വരുന്നിടത്തൊക്കെ ഇളക്കുക എന്നുള്ളതാണ് ഹംബലികളുടെ പക്ഷം. മാലിക്കികൾ പറഞ്ഞു ഇല്ല, തശഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരൽ ചൂണ്ടിയിട്ടുണ്ട് എങ്കിൽ തുടക്കം മുതൽ അവസാനിക്കുന്നത് വരെ ഒരു മധ്യമായ നിലയിൽ ഇളക്കിക്കൊണ്ടിരുന്നു എന്നാണ്. ചിലർ ഇങ്ങനെ ഒന്നായിട്ട് നിസ്കാരത്തിലൊരു കോഷ്ടിയാണ് രീതിയിൽ ഇത് കാണിക്കും. ആ രീതിയിൽ പാടുള്ളതല്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരൽ ഇളക്കിയിരുന്നു എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിന് പിന്നെ നേരിയ രീതിയിൽ വിരൽ ഇളക്കിയിട്ടെങ്കിൽ തന്നെ എന്തായി? ആ സുന്നത്തായി. അതാണ് ഹദീസ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖഅദ ലിത്തശഹുദ്. എന്തിനാ തശഹുദ് എന്ന് പറഞ്ഞത്? തശഹുദിന് ഇരുന്നാൽ എന്ന് പറഞ്ഞത്. തശഹുദും ഉണ്ട്, സലാത്തും ഉണ്ട്, ദുആയും ഒക്കെ അല്ലേ? അതായത് അത്തഹിയ്യാത്തിൽ എന്തുണ്ട്? തശഹുദ് ഉണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ പിന്നെ തശഹുദ് അത്തഹിയ്യാത്ത് അതിന് മൊത്തത്തിൽ തശഹുദ് എന്ന് നാമകരണം വന്നു. ഏതായാലും ഇതാണ് പിന്നെ നമ്മളുടെ ഇന്നത്തെ ഹദീസുകൾ. ഇനി അടുത്തത് തശഹൂദാണ്. ഇൻഷാ അല്ലാഹ് ഇതിൽ ബാക്കി നമുക്ക് പറയാം. അടുത്തത് ഇനി ഇബ്നു മസ്ഊദിൽ നിന്നുള്ള തശഹൂദിൻ്റെ ഹദീസാണ്. അത് ലോങ്ങാണ്. അത് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. ഫിഷ്കാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.